നൽകുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഖുർആൻ പഠിച്ചു അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് കൊടുക്കും? താജൻ, അല്ലാഹു ഒരു കിരീടം കൊടുക്കുമത്രേ. ആ കിരീടം ലൗഹു അഹ്സനു മിൻ ലൗഹി ശംസ്, സൂര്യനേക്കാൾ വലിയ പ്രകാശമാണ്. ആ സൂര്യനേക്കാൾ വലിയ പ്രകാശവും വലിയ ജ്വാലയുമാണ് അതിനുണ്ടാവുക എന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തരിക. അത്രയും പ്രകാശമുള്ള, അത്രയും മഹത്തരമായ ഒരു സമ്മാനം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. മാത്രവുമാണോ, അല്ലാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇഖ്റഊ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഖുർആൻ പാരായണം ചെയ്യുന്നവനാണെങ്കിൽ, അവന് ഖുർആൻ ഓതുന്നവനാണെങ്കിൽ, സുബ്ഹി കഴിഞ്ഞും ഇശാ കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞും അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഖുർആനോടുള്ള സ്നേഹം കൊണ്ട്, അല്ലാഹുവിനോടുള്ള ആരാധന കൊണ്ട്, അല്ലാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ ഒരു കൽപ്പനകൾ നിറവേറ്റിക്കൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ, ഫഇന്നഹു യജീഉ യൗമൽ ഖിയാമ ശഫീഅൻ ലിഅസ്ഹാബിഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എന്നാൽ നാളെ പരലോകത്ത്, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വരുന്നതാണ്. എന്നിട്ടോ ശഫീഅൻ ലിഅസ്ഹാബിഹി, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയവരെ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ വാഹകരെ സഹായിച്ചവരെ, അല്ലാഹുവിന്റെ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിച്ചവരെ, സുബ്ഹി കഴിഞ്ഞും അസ്ർ കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞുമല്ല, ജീവിതത്തിന്റെ തിരക്കിനിടയിൽ രണ്ടറ്റങ്ങൾ ചേർത്തൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ നടുവിൽ അവസാനം വീട്ടിലേക്ക് വരുമ്പോ ഉദ്യോഗത്തിൽ പോകുന്ന ധാരാളം സഹോദരങ്ങളുണ്ടല്ലോ, തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ടല്ലോ, ഒരുപാട് വ്യത്യസ്ത ജോലികളും കൃഷികളും ചെയ്തിട്ട് ജീവിക്കുന്ന ധാരാളം സഹോദരങ്ങൾ, സഹോദരിമാര് നമ്മുടെ ഇടയിലുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അവരെല്ലാവരും വീട്ടിലേക്ക് വരുമ്പോ ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെ ഇടയിൽ അല്ലാഹുവിന്റെ ഖുർആൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരാണ് അവരെങ്കിൽ, അവര് ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അവര് ഖുർആൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചവരാണെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ വിശുദ്ധരായ പ്രവാചകൻ പറയുകയാണ്, നാളെ പരലോകമെത്തുമ്പോ, ധാരാളം ഖുർആൻ ഓതിയവരാണെങ്കിൽ നാളെ പരലോകമെത്തുമ്പോ, നാളെ ആഖിറമെത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ ഓടി വരുന്നതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ വന്നിട്ട് നരകത്തിലോട്ട് കടന്നു പോകുന്ന മനുഷ്യനെ പിടിച്ചുകൊണ്ട് പറയും അത്രേ, അല്ലാഹുവേ, ഇവൻ എന്നെ ധാരാളമായിട്ട് പാരായണം ചെയ്തവനാണ്, ഇവൻ ധാരാളമായിട്ട് ഖുർആൻ ഓതിയവനാണ്, ഇവൻ ഒത്തിരി ഖുർആൻ ഓതിയിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ ഇവൻ കൈവിട്ടിട്ടില്ല പടച്ചവനെ. ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഏത് പ്രശ്നത്തിന്റെ ഘട്ടത്തിലും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവനാണ് പടച്ചവനെ ഇവനെന്ന് പറഞ്ഞ് ശഫീഅൻ ലിഅസ്ഹാബിഹി, ഈ മനുഷ്യനെ ഖുർആൻ ശഫാഅത്ത് ചെയ്തുകൊണ്ട് സ്വർഗ്ഗത്തിന്റെ കവാടത്തിലൂടെ സഞ്ചരിക്കുമേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്രകാരം ചെയ്യുവാനുള്ള ഒരു മനസ്സും ഒരു ഈമാനികമായ